ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളെ റെസിപ്പി ഓണസദ്യയിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ശർക്കര വരട്ടിയുടെ റെസിപ്പിയാണ്. ഒട്ടും ഫ്ലോപ്പ് ആവാത്ത രീതിയിൽ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ശർക്കര വരട്ടിയുടെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ ശരി, നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഈ ശർക്കര വരട്ടി നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഇതുപോലെ പച്ചക്കായയാണ്. കായ നമ്മൾ ഇതിലേക്ക് എടുക്കുന്ന സമയത്ത് നന്നായിട്ട് മൂത്ത കായ തന്നെ നമ്മൾ ഇതിലേക്ക് എടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 1 കിലോ അളവിലാണ് പച്ചക്കായ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു പാത്രത്തിൽ ഇതുപോലെ കുറച്ചധികം തന്നെ വെള്ളം എടുക്കണം. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ കയ്യിൽ കറ പറ്റാതിരിക്കാൻ വേണ്ടി നമ്മൾ കയ്യിൽ കുറച്ചൊന്ന് വെളിച്ചെണ്ണ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ 2 അറ്റവും ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഇനി നമുക്ക് ഈ കായയുടെ തൊലി ഇതുപോലെ അങ്ങ് മാറ്റിയെടുത്താൽ മതി. വളരെ സിമ്പിളായിട്ട് നമുക്കിതുപോലെ തൊലി മാറ്റിയെടുക്കാൻ പറ്റും. ഇതുപോലെ തൊലി മാറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ഉപ്പ് കലക്കിയെടുത്ത ആ വെള്ളത്തിലേക്ക് നമുക്ക് ഈ കായ ഓരോന്നും പെട്ടെന്ന് തന്നെ ഇട്ട് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ കായ കറുത്തു പോകും. അങ്ങനെ ഇപ്പോൾ ഇതാ ഈ കായയുടെ ഓരോന്നിൻ്റെയും തൊലി മാറ്റിയിട്ട് ഞാൻ ഈ വെള്ളത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്നും ഓരോ കായ എടുത്തിട്ട് 1 സ്പൂൺ കൊണ്ട് ഇതുപോലെ അങ്ങ് ചുരണ്ടി കൊടുക്കാം. ഇതിൻ്റെ പുറത്ത് തൊലി ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയാണ്. ഇതുപോലെ ഒന്ന് ചുരണ്ടി കൊടുത്തിട്ട് നമുക്ക് ഈ വെള്ളത്തിലേക്ക് തന്നെ അങ്ങ് പെട്ടെന്ന് ഇട്ട് കൊടുക്കണം. അങ്ങനെ ഈ എല്ലാ കായയും ഞാൻ ഇതുപോലെ അങ്ങ് ചുരണ്ടിയിട്ട് ഈ വെള്ളത്തിലേക്ക് തന്നെ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും ഓരോ കായ എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ആദ്യം നമുക്ക് കായ ഇതുപോലെ ഒന്ന് 2ആയിട്ടൊന്ന് കീറിയെടുക്കാം. എന്നിട്ട് ഈ ഒരു കനത്തിൽ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. ഒരുപാട് അങ്ങ് കട്ടി കൂടി പോവരുത്. അപ്പോൾ നമുക്ക് ഈ കായ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഉള്ളു ഫ്രൈ ആവാതെ വരും. പക്ഷേ ഒരുപാട് അങ്ങ് കട്ടി കുറക്കാനും പാടില്ല. ഈ ഒരു കനത്തിലായിരിക്കണം നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ ആ വെള്ളത്തിലേക്ക് അങ്ങ് വാരിയിട്ട് കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ ഇതാ ഈ എല്ലാ കായവും ഞാൻ ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തിട്ട് ഈ വെള്ളത്തിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇങ്ങനെ തന്നെ ഒരു 5 മിനിറ്റ് മാറ്റി വെക്കാം. അങ്ങനെ ഇതിപ്പം ഇവിടെ മാറ്റി വെച്ചിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുക്കണം. ഒരു 3-4 പ്രാവശ്യമെങ്കിലും നമുക്ക് നല്ല പോലെ ഇതുപോലെ കൈ കൊണ്ട് തിരുമ്മിയിട്ട് നമുക്ക് കഴുകിയെടുക്കണം. ഈ കായയുടെ കറ മുഴുവനായിട്ടും കളഞ്ഞെടുക്കണം. വെള്ളം നന്നായിട്ട് തെളിഞ്ഞ് വരുന്നത് വരെ നമുക്കിതുപോലെ കഴുകിയെടുക്കാവുന്നതാണ്. ഇതുപോലെ കഴുകിയെടുത്തതിന് ശേഷം നമുക്കൊരു അരിപ്പയിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. ഇനി ഈ കായ നമ്മൾ എത്ര സമയം പുറത്ത് വെച്ചാലും കറുത്തു പോവത്തില്ല. ഇനി നമുക്കിതിലേക്ക് കോട്ടിങ്ങിന് വേണ്ടി ഒരു പൊടി റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ ചൂടായ പാനിലേക്ക് 1/4 കപ്പ് മട്ട അരി കഴുകിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് വറുത്തെടുക്കണം. ഇതുപോലെ അരി വറുത്തെടുക്കുന്ന സമയത്ത് ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അരി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കണം. ഇതിലേക്ക് നമ്മൾ ചോറ് വെക്കാൻ ഏതരിയാണോ ഉപയോഗിക്കുന്നത് ആ ഒരു അരി എടുത്തിട്ട് ഇതുപോലെ വറുത്തെടുത്താലും മതി. അങ്ങനെ ഇപ്പോൾ ഇതാ ഈ അരി ഇവിടെ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ പാനിൽ നിന്നും ഇത് മറ്റൊരു പാത്രത്തിലേക്ക് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ഇത് പാനിൽ തന്നെ വെക്കുമ്പോൾ ചിലപ്പം ഇതിൻ്റെ ചൂട് കൊണ്ട് അടിഭാഗം കരിഞ്ഞു പോകും. ചൂടാറിയതിന് ശേഷം നമുക്കിതുപോലെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു 6 ഏലക്കായുടെ കുരു, കൂടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ 1 ടേബിൾ സ്പൂൺ ചുക്കുപൊടി, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ ഇപ്പോൾ ഇതിപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് കായ വറുത്തെടുക്കാൻ വേണ്ടി ഞാനിവിടെ സ്റ്റൗവിലേക്ക് വെളിച്ചെണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇനി ഈ വെളിച്ചെണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വന്നു കഴിഞ്ഞാൽ കായ ഇതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഒരുപാട് അങ്ങ് തിക്കി ഇടരുത്.
ഒരുപാട് അങ്ങ് തിക്കാക്കി ഇട്ട് കഴിഞ്ഞാൽ കായ ഫ്രൈ ആകുന്നതിന് പകരം വെന്ത് പോകും. അതുകൊണ്ട് ഇതുപോലെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കായ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പെട്ടെന്ന് തന്നെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം എന്ന് പറയുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ പുറം ഭാഗം മാത്രം കളർ മാറിപ്പോകും. കുറച്ച് സമയം കൂടുതൽ എടുത്തിട്ട് തന്നെ നമ്മൾ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് തുടർച്ചയായി ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി. ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എണ്ണയുടെ ചൂട് കൂടി പോകാൻ പാടില്ല. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറം ഭാഗം മാത്രം ഫ്രൈ ആയി ഉൾഭാഗം ഫ്രൈ ആവാതെ വരും. ഇതിപ്പം കണ്ടില്ലേ, ഇതിപ്പോഴും നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടില്ല. കുറച്ച് സമയം കൂടെ നമുക്കിതുപോലെ അങ്ങ് വെച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു കളറിലായപ്പോഴത്തേനാണ് എനിക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ നമ്മൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്ന സമയത്ത് 1 മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് പെട്ടെന്ന് 1 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് കോരിയെടുക്കണം. എണ്ണ നമ്മളെ കായയിൽ ഒരുപാട് കുടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്ന സമയത്ത് 1 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുന്നത്. ഇനി ബാക്കിയുള്ളതും നമുക്കിതുപോലെ എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഹൈ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ട് വേണം കായ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് ഇതുപോലെ ഇളക്കി ഇട്ട് കൊടുക്കാം. ഇനി ഫ്ലെയിം കുറച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കണം. അതുപോലെ തന്നെ നമ്മൾ കായ അരിയുന്ന സമയത്തും ഒരുപാട് കട്ടിയിലങ്ങ് അരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നല്ല ക്രിസ്പി ആവാതെ വരും. അങ്ങനെ ഇപ്പോൾ ബാക്കിയുള്ള കായയും ഞാൻ ഇതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഈ കായ മുഴുവനായിട്ടും ഞാൻ ഈ ഒരു പാകത്തിന് ഇവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് വേണം നമ്മൾ കായ ഫ്രൈ ചെയ്തെടുക്കാൻ. ഞാൻ നിങ്ങൾക്കൊന്ന് പൊട്ടിച്ചും കൂടെ കാണിച്ചു തരാം. ഈ ഒരു പാകത്തിനായിരിക്കണം നമ്മൾ കായ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതവിടെ മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് ശർക്കര ഉരുക്കിയെടുക്കണം. അതിന് വേണ്ടി 200 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഉരുക്കിയെടുക്കണം. നമ്മൾ ഇതുപോലെ ഉരുക്കിയെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ഒരുപാട് അങ്ങ് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ അങ്ങ് ഉരുക്കിയെടുത്താൽ മതി. അങ്ങനെ ഇപ്പോൾ ഈ ശർക്കരയെല്ലാം നമുക്കിവിടെ നന്നായിട്ട് തന്നെ ഉരുക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിത് ഏത് പാത്രത്തിലാണോ ശർക്കര വരട്ടിയെടുക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ അരിച്ചിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ പാത്രം എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ അത്യാവശ്യം നല്ല വീതിയുള്ള പാത്രം തന്നെ എടുക്കണം. ഇനി ഈ പാത്രത്തിലേക്ക് നമ്മൾ ഉരുക്കിയെടുത്ത ശർക്കരപ്പാനി മുഴുവനായിട്ടും ഇതുപോലെ അങ്ങ് അരിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ശർക്കരപ്പാനി നമുക്ക് അത്യാവശ്യം നല്ല തിക്കാക്കി എടുക്കണം. ഇനി ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ കയ്യിൽ തൊട്ട് നോക്കുന്ന സമയത്ത് ഇതുപോലെ ഒട്ടി നിൽക്കണം. ആ ഒരു പാകത്തിനാണ് നമ്മളിത് തിക്കാക്കി എടുക്കേണ്ടത്. ഇതിപ്പം കണ്ടില്ലേ, നമ്മൾ ഇതുപോലെ തൊട്ട് നോക്കുന്ന സമയത്ത് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നത് ഈ ഒരു പാകമായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത കായ മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഇനി പെട്ടെന്ന് തന്നെ അങ്ങ് ഓഫാക്കി കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചാൽ ഒരു പൊടിയില്ലേ, അത് ഇതിലേക്ക് ഒരുമിച്ചിട്ട് കൊടുക്കരുത്. ഒരു 3 പ്രാവശ്യമായിട്ട് നമുക്കിതുപോലെ പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഫ്ലെയിം ഓഫാക്കി കൊടുത്ത ഉടനെ തന്നെ നമ്മൾ ഇതിലേക്ക് പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി വീണ്ടും ഇതിലേക്ക് പൊടി കുറച്ചിട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ബാക്കിയുള്ള ആ പൊടിയും നമുക്കിതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ പൊടി മുഴുവനായിട്ടും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് തമ്മിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് വേർതിരിച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്ക് റൂം ടെമ്പറേച്ചറിൽ വെക്കുമ്പോൾ കുറച്ചും കൂടെ നല്ല കട്ടിയായിട്ട് കിട്ടും. ശർക്കര വരട്ടി ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ശർക്കര വരട്ടി റെഡിയാക്കി എടുക്കാൻ പറ്റും.
ഇനി ഇത് നമുക്ക് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഒരുപാട് നാൾ കേടുകൂടാതെ സൂക്ഷിക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാനും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.